ഓക്കെ. അപ്പോ ഇതില് ഞാൻ ടെമ്പറേച്ചർ നോർമൽ ആയിരിക്കുകയും വേണം. ആ സമയത്ത് എന്തുണ്ടാവണം? 30 ml ചൂടുവെള്ളവും 30 ml 30 ml കോൾഡ് വാട്ടറും അതേ ടെമ്പറേച്ചറിലുള്ള അതേ ലെവലിലുള്ള കോൾഡ് വാട്ടറും മിക്സ് ചെയ്തിട്ടുള്ള 60 ml നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഇവിടെ വേണ്ടത്. മനസ്സിലായ? സെലീന മാഡം മൗസ് അനക്കാണ്ട് വെക്ക്, കാരണം ഇതില് ഓക്കെ ക്ലിയർ ആയ? അതായത് ഈ കപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരമാണ്. നമ്മളുടെ ശരീരത്തിൽ 30 ml യാങ്ങും 30 ml ഇന്നും ബാലൻസ് ആയിരിക്കുമ്പോഴാണ് നോർമൽ ആയിട്ടുള്ള 60 ml നോർമൽ വാട്ടർ, അതായത് നോർമൽ ഹെൽത്ത് നമുക്ക് കിട്ടുന്നത്. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. ഇനി എന്തോ ഒരു കാരണം കൊണ്ട് ഇത് നോർമലാണ്, ഇത് ക്ലിയർ ആയില്ലേ? എന്തോ ഒരു കാരണം കൊണ്ട് 25 ml എന്തേ ഉള്ളൂ, ഹോട്ട് വാട്ടറേ ഉള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ 30 ml എന്തുണ്ട്? കോൾഡ് വാട്ടർ ഉണ്ട്, കോൾഡ് ഉണ്ട്. ആ സമയത്ത് ഈ വെള്ളത്തിന്റെ എഫക്റ്റ് എന്തായിരിക്കും? 5 ml കോൾഡിന്റെ ഇത് കൂടി നിൽക്കും. അതായത് ആ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ശരിയല്ലേ? വെള്ളത്തിന് ഒരു തണുപ്പ് ഫീൽ ചെയ്യും. വെള്ളം ടോട്ടൽ എത്രയേ ഉള്ളൂ? 55 ഉള്ളൂ, അല്ലേ? അതായത് എന്തോ ഡെഫിഷ്യന്റ് ആയതിന്റെ പേരിൽ എന്തോ അവിടെ ഡെഫിഷ്യന്റ് ആണ്. 60 എന്നുള്ളത് 55 ആയപ്പോ എന്തോ അവിടെ ഡെഫിഷ്യന്റ് ആണ്. എന്താണ് അവിടെ ഡെഫിഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്നത്? ഹോട്ട് ആണ് ഡെഫിഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് യാങ് ആണ് അവിടെ ഡെഫിഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഇതിലെന്ത് ഈ സ്റ്റേജ് എന്ന് പറയുന്നത് എന്ത് സ്റ്റേജ് ആണ്? യാങ് ഡെഫിഷ്യൻസി. ശരിയല്ലേ? യാങ് ഡെഫിഷ്യൻസി. ക്ലിയർ അല്ലേ? അതുകൊണ്ട് എന്തുണ്ടായി? കോൾഡ് ഉണ്ടായി. ശരിയല്ലേ? അതുകൊണ്ട് കോൾഡ് ഉണ്ടായി. കോൾഡ് ഉണ്ടായത് എന്തുകൊണ്ടാണ്? എന്തോ അവിടെ എംപ്റ്റി ആയതുകൊണ്ടാണ്, ഇല്ലാതായത് കൊണ്ടാണ്, അല്ലെ? എന്തോ എംപ്റ്റിനെസ് ഉള്ളത് കൊണ്ടാണ് അവിടെ കോൾഡ് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ യാങ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നതും എംപ്റ്റി കോൾഡ് എന്ന് പറയുന്നതും സെയിം ആണ്. സാം സാറിനൊക്കെ ഈ ക്ലാസ് വീണ്ടും വരും, എന്നാലും ഒന്ന് കേൾക്കാൻ വേണ്ടി പറയുന്നു. ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാം. ആ സമയത്ത് നിങ്ങൾ എംപ്റ്റി കോൾഡ് എന്ന് പല ബുക്കുകളിലും നിങ്ങൾ ചില സമയങ്ങളിൽ എംപ്റ്റി കോൾഡ് എന്ന് കാണും, ചില സ്ഥലങ്ങളിൽ യാങ് ഡെഫിഷ്യൻസി എന്ന് കാണും. രണ്ടും എന്താണ്? സെയിം ആണ്. ഈ കോൺസെപ്റ്റ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അത് ക്ലിയർ ആയില്ല. ഇവിടെ ഹോട്ട് അല്ല കുറഞ്ഞിരിക്കുന്നത്, അപ്പൊ എംപ്റ്റി ഹീറ്റ് അല്ല വരാ. ഹോട്ട് കുറഞ്ഞു, അതുകൊണ്ട് എന്താണ് എഫക്റ്റ്? കോൾഡാണ് അവിടെ കാണിക്കുന്നത്. അല്ല സാംസർ, ഞാൻ പറഞ്ഞെടുക്കാം. ജൂണ മാഡം അല്ലേ ചോദിച്ചത്? അതെ അതെ അതെ. ഹീറ്റ് ഇല്ല, കുറവാണ്, അല്ലെ? ഇത് കുറവായത് കൊണ്ട് എന്തായിരിക്കും നമുക്ക് ആ വെള്ളത്തിൽ തൊടുമ്പോ എന്തായിരിക്കും ടെമ്പറേച്ചർ കിട്ടുന്നത്? തണുപ്പായിരിക്കോ ചൂടായിരിക്കോ? തണുപ്പായിരിക്കും. എഫക്റ്റ് ആണിത് കോൾഡ്. എന്തുകൊണ്ട് എഫക്റ്റ് വന്നു? എംപ്റ്റിനെസ് ഉള്ളത് കൊണ്ട് എഫക്റ്റ് വന്നു, എംപ്റ്റി കോൾഡ്. ഇനി യിൻ യാങ് ബേസിൽ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? എന്തോ ഡെഫിഷ്യന്റ് ആണ്. എന്ത് ഡെഫിഷ്യൻസി? ഹീറ്റ് ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ യാങ് ഡെഫിഷ്യൻസി. ക്ലിയർ ആയോ? ഞാൻ പറയാം എന്താണെന്നറിയോ? ഇത് ക്ലിയർ ആയ? ഇത് തന്നെ ഞാൻ തിരിക്കാൻ പോവാണ്. മനസ്സിലായി? ഇതെല്ലാം ഞാൻ മായിച്ചടങ്ങിട്ട് 25 ml കോൾഡേ ഉള്ളൂ, കോൾഡ് വാട്ടർ ഉള്ളൂ എന്റെ കയ്യില്. 30 ml നോർമൽ ആയിട്ട് ഹോട്ട് ഉണ്ട്. ടോട്ടൽ എത്രയുണ്ട്? 55 ആണ്. കുറവാണല്ലേ?
എന്തോ എം ടി ആണ്, അല്ലേ? എം ടി ആയതുകൊണ്ട് ഒരു എഫക്റ്റ് അവിടെ വരും. എന്താണ് എഫക്റ്റ് അവിടെ വരാൻ പോകുന്നത്, അല്ലേ? എംറ്റിനെസ് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് എന്തായിരിക്കും? ഹീറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറയും? എം ടി ഹീറ്റ്. ശരിയല്ലേ? ഇനി എന്തോ അവിടെ ഡെഫിഷ്യന്റ് ആണ്. എന്താണ് അവിടെ ഡെഫിഷ്യൻസി? കോൾഡ് ആണ് ഡെഫിഷ്യന്റ്, അല്ലെ? അപ്പൊ കോൾഡ് ഡെഫിഷ്യന്റ് ആകുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? കോൾഡ് ആകുമ്പോൾ അത് എന്താണ്? ഇൻ അല്ലേ? ഇൻ ഡെഫിഷ്യൻസി. ഇതും സെയിം തന്നെ. ഇൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എം ടി ഹീറ്റ്. ക്ലിയർ ആയോ? ഇനി ഇതൊക്കെ മായ്ച്ചളയാണ്. ഇനി എന്റെ അഹങ്കാരത്തിന് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ബോഡിയിലേക്ക് ഞാൻ ചൂടുള്ള ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു? കള്ളു കുടിച്ചു, അല്ലെ? അപ്പൊ അയാളുടെ ബോഡി ഹീറ്റായി. അതായത് 30 ml വേണ്ടടുത്ത് 40 ml ഹോട്ടായി. കോൾഡ് എത്ര തന്നെ ഉണ്ട്? 30 തന്നെ ഉണ്ട്. പക്ഷെ ഇതെന്തായി? എക്സസ് ആയി. അപ്പൊ ഇവിടെ എന്തോ ഉണ്ട്? എന്താ പറ്റിയത്? എക്സസ് ആണ്, അല്ലേ? എക്സസ് ആണ്. എന്താണ് എക്സസ് ആയത്? ടോട്ടൽ 60 വേണ്ടടുത്ത് ഇവിടെ 70 ഉണ്ട്. എക്സസ് ആണ്. എന്താണ് എക്സസ് ആയത്? ഹീറ്റ് ആണ് എക്സസ് ആയത്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ യാങ് ആണ്. യാങ് എക്സസ്. ക്ലിയർ ആയോ? ഈ സമയത്തും എന്താണ് എഫക്റ്റ്? എന്താണ്? ഹോട്ട് ആണ്. ശരിയല്ലേ? എഫക്റ്റ് ഹോട്ട് ആണ്. എന്തുകൊണ്ടാണ്? ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടെ ഒന്നും കൂടെ ഫുള്ളാക്കി. ഫുൾ ഹോട്ട് ആണ്. മനസ്സിലായോ? ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ 10 ml എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പത്തോജനിക് അറ്റാക്ക് ആണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റത് വേണ്ടതില്ലാത്തതാണെങ്കിൽ ഇത് പുറത്തു നിന്നും അറ്റാക്ക് ആയതാണ്. ക്ലിയർ ആയോ? എക്സസുകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പുറത്തുനിന്ന് വരണം എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള അറ്റാക്ക് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇനിയിപ്പോ നമ്മൾ ഇന്നിന്റെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഇൻ എക്സസ് എന്ന് പറയുമ്പോ 40 ml കോൾഡ് വരും, ഇത് ഹോട്ട് വരും. ശരിയല്ലേ? അപ്പോ എങ്ങനെ വരും? എഫക്റ്റ് എന്താണ്? കോൾഡ് ആണ്. എന്തുകൊണ്ടാണ്? എന്തോ ഫുള്ളായിരിക്കുന്നതിന്റെ മുകളിലേക്ക് പിന്നെയും കൂടുതലാക്കി. ഫുൾ കോൾഡ്, അല്ലേ? ഇത് നോർമൽ ആണ്. ഇത്രയും വേണം. എക്സസും ഡെഫിഷ്യന്റും ഒന്നുമല്ല ഹോട്ട്. പക്ഷെ ഇവിടെ എന്താണ്? എക്സസ് ആണ്. എന്ത് എക്സസ് ആണ്? കോൾഡ്. അതായത് എന്താണ് എക്സസ് ആയത്? ഇൻ എക്സസ്. മനസ്സിലായോ? മനസ്സിലായി. ഇൻ ഡെഫിഷ്യൻസി, യാങ് ഡെഫിഷ്യൻസി, ഇൻ എക്സസ്, യാങ് എക്സസ്. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് വരുമ്പോ എങ്ങനെ വരും? ട്രീറ്റ്മെന്റ് വരുമ്പോ എങ്ങനെ വരും? യാങ് എക്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡേറ്റ് ചെയ്യണം. യാങ്ങിനെ സെഡേറ്റ് ചെയ്യണം. യാങ് ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ യാങ്ങിനെ ടോണിഫൈ ചെയ്യണം. യാങ് എക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്ട്രെങ്തൻ. സോറി, യാങ് എക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പെൽ, അല്ലേ? എക്സ്പെൽ യാങ്, അല്ലേ? എക്സ്പെൽ പത്തോജനിക് യാങ്. മനസ്സിലായോ? മനസ്സിലായി. ഇൻ എക്സസ് ആണെങ്കിലോ സെയിം. എക്സ്പെൽ പത്തോജനിക് ഇൻ, അല്ലേ? ഇനി ഡെഫിഷ്യൻസി, ഇൻ ഡെഫിഷ്യൻസി ആണെങ്കിലോ
ടോണിഫൈ ഇൻ. ടോണിഫൈ ഇൻ. യാങ് ഡെഫിഷ്യൻസി ആണെങ്കിലോ ടോണിഫൈ യാങ്. ഇതാണ് ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾ. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബോഡിയിൽ ഹീറ്റ് കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ എലമെന്റ് അങ്ങ് കൂട്ടി കൊടുക്കും. അങ്ങനെയാണോ വേണ്ടത്? പത്തോജനിക് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കാരണം വന്നതാണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ട്രീറ്റ്മെന്റ് കൊടുത്താൽ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടും അല്ലെ? ടെമ്പറേച്ചർ കുറയും നമുക്ക്. പക്ഷെ റൂട്ട് കോസിൽ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ആസ്പെക്ട് മനസ്സിലാക്കി ചെയ്താല് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ക്ലാസ് ഉള്ളൂ. ചെറിയ സംശയം ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചോളൂ. ഇപ്പോ യാങ് എക്സസ് ആയി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൂടി നിൽക്കുകയാണ്. അപ്പൊ യാങ്ങിനെ നമ്മള് എക്സ്റ്റേണൽ പാത്തോജനിക് യാങ്ങിനെ നമ്മൾ എക്സ്പെൽ ചെയ്യണം എന്ന് പറഞ്ഞു. അതെ. അപ്പൊ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനെ സെഡേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഇന്നിനെ ടോണിഫൈ ചെയ്യാനും കൂടി കേട്ടിട്ടുണ്ട്. അപ്പോ മ്യൂച്വൽ കൺസംഷൻ. യാങ്ങിന്റെ ഒരു സ്വഭാവം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മ്യൂച്വൽ കൺസംഷൻ. ചൂടിന്റെ എഫക്റ്റ് നിന്ന് വരുമ്പോൾ അതിലുള്ള അങ്ങനെയല്ലേ? ചൂടിങ്ങനെ നിന്ന് വരുമ്പോൾ വെള്ളത്തിന്റെ ആ ഒരു അംശം ജലത്തിനെ വലിച്ചെടുത്ത് വറ്റിച്ച് കൊണ്ടുവരും. ഹീറ്റ് വീണ്ടും കൂടും, ജലത്തിന്റെ അംശം കുറയും. ശരിയല്ലേ? അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പത്തോജനിക് ഫാക്ടേഴ്സിനെ എക്സ്പെല് അതായത് അവിടെ ജിൻ ഡെഫിഷ്യൻസി ആദ്യം ഉണ്ടായിരുന്നില്ല. അത് ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് അത് ഇൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നില്ല. ആദ്യം യാങ് എക്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ യാങ് അവിടെ ചൂട് അങ്ങനെ നിന്ന് ഈ തണുപ്പിനെ അതായത് എന്താ പറയാ, ഇവോപ്പറേറ്റ് ചെയ്ത് ചൂടാക്കി നീരാവിയാക്കി എന്താ പറയാ വറ്റി കളയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പത്തോജനിക് ഫാക്ടറിനെ എക്സ്പെല് ചെയ്യുമ്പോൾ പത്തോജനിക് ഫാക്ടർ പോകും. പക്ഷെ അതുണ്ടായതിന്റെ പേരിൽ വന്ന ആ ഒരു ഇൻ ഡെഫിഷ്യൻസി ഉണ്ട് അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അതിനെ ടോണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീനർഷ്യൻ. മനസ്സിലായോ? അത് നമ്മൾ ചെയ്യണം. അതായത് അക്യൂട്ട് കേസസിലല്ല, മിക്കവാറും ക്രോണിക് കേസസിലായിരിക്കും അത് പറയുന്നത്. അക്യൂട്ട് കേസസിൽ നമ്മൾ എന്ത് ചെയ്യും? പത്തോജനിക് ഫാക്ടറിനെ എക്സ്പെൽ ചെയ്ത് കളയുമ്പോൾ തന്നെ സംഭവം റെഡി ആയിരിക്കും. പക്ഷെ ക്രോണിക് കേസസിൽ എന്തായിരിക്കും? ക്രോണിക് കേസസിൽ ഞാൻ പറഞ്ഞില്ലേ, ചൂട് നിന്ന് അതെന്ത് ചെയ്തിട്ടുണ്ടാവും? ഇന്നിനെ ഇൻജുർ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്താണ് എന്തെന്നാണ് ഇന്നിനെ ഇൻജുറി ചെയ്യാന്നാ പറയുന്നത്, ആക്രമിക്കുക. ആ സമയത്താണ് നമ്മൾ ഇന്നിനെ കൂടി നറിഷ് ചെയ്ത് കൊടുക്കുക എന്ന് പറയേണ്ടത്. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു സാംസാറിന്റെ ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഈ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും. എല്ലാ ക്ലാസ്സിനും റെക്കോർഡിംഗ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ട. ചില ക്ലാസ്സസ്, അതായത് ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ക്ലാസ്സുകൾക്ക് മാത്രമാണ് റെക്കോർഡിംഗ് ഉണ്ടാവുള്ളൂ കേട്ടാ. അതും കൂടെ പറഞ്ഞേക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇരിക്കട്ടോ, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്തോളൂ കേട്ടോ. സമയം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നമുക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ വേണമെങ്കിൽ. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇരുന്നോളൂ, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അല്ലാത്തവരെല്ലാവരും ലീവ് ആയിക്കോ. ആബിദ മാഡം ഇത് മിണ്ടിയില്ല.
ആബിദ മാഡം മാം റെക്കോർഡിംഗ് ഗ്രൂപ്പിൽ ഇടുവോ? ഞാൻ ഇതൊക്കെ